എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടാലി പ്രൈമിൽ എങ്ങനെയാണ് ഒരു GST ഇൻവോയ്സ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ടാലി സ്റ്റാർട്ട് ചെയ്യുക, ടാലി പ്രൈം സ്റ്റാർട്ട് ചെയ്യുക, കമ്പനി ക്രിയേഷൻ, പിന്നെ വിത്ത് GST കോൺഫിഗറേഷൻ എനേബിൾ ചെയ്ത് കൊടുക്കണം. അടുത്ത എന്താണ്, നമ്മൾ ലെഡ്ജർ ക്രിയേഷനാണ്. എന്തൊക്കെയാണ്? സെയിൽ അണ്ടർ സെയിൽസ് അക്കൗണ്ട്, പിന്നെ സെറ്റ് ദ GST കോൺഫിഗറേഷൻ, ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST, അണ്ടർ ഡ്യൂട്ടി ആൻഡ് ടാക്സ് ഇടണം. അനീഷ് എന്ന് പറഞ്ഞ ഒരാൾ, നമ്മൾ ഈ പാർട്ടിയുടെ പേരാണ്, അത് നമ്മൾ സൺഡേ ഡേറ്റേഴ്സിൽ നമ്മൾ ഇടുക. അടുത്ത നമ്മൾ സ്റ്റോക്ക് ഐറ്റം ക്രിയേഷൻ ഉണ്ട്. പ്രിൻ്റർ 10 നമ്പേഴ്സ്, മോണിറ്റർ 10 നമ്പേഴ്സ്. ഇത് നമ്മൾ GST എനേബിൾ ചെയ്ത് കൊടുക്കണം. ഇവിടെ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അടുത്ത നമ്മൾ എന്ത് ചെയ്യണം? വൗച്ചർ എൻട്രി എടുക്കുക. സെയിൽസ് ആണ് എടുക്കേണ്ടതെങ്കിൽ സെയിൽസ് എടുക്കുക. പിന്നെ നമ്മൾ ഈ ഐറ്റംസൊക്കെ നമ്മൾ അടിച്ചു കൊടുക്കുക. അടുത്തത് നമ്മൾ എന്ത് ചെയ്യണം? പ്രിവ്യൂ ആൻഡ് പ്രിൻ്റ്. നമ്മൾ അതിൻ്റെ ഇൻവോയ്സ് നമുക്ക് പ്രിൻ്റ് എടുക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ടാലി പ്രൈം സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റിൽ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ലെഡ്ജർ ക്രിയേഷനാണ്. കമ്പനി ക്രിയേഷൻ വിത്ത് GST കോൺഫിഗറേഷൻ, അത് നമ്മൾ ആദ്യം ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ലെഡ്ജർ ക്രിയേഷനാണ്. സെയിൽ, ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST, അനീഷ്. ഇത്രയും നമ്മൾ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ ടാലി സ്റ്റാർട്ട് ചെയ്ത് വെച്ചു. നമ്മൾ കമ്പനി എടുത്തിട്ട് നമ്മൾ എന്ത് പറഞ്ഞാൽ ക്രിയേറ്റ് കമ്പനിയാണ് നമ്മൾ ആദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് പറയുക. എന്നിട്ട് കമ്പനിയുടെ പേര് ഞാനിവിടെ GST ഇൻവോയ്സ് എന്ന് അടിച്ചു കൊടുക്കുന്നു. കമ്പനിയുടെ പേരടിക്കുക, എൻ്റർ അടിച്ചു. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ നെയിം, നമുക്ക് കമ്പനിയുടെ ഫുൾ അഡ്രസ്സ് വേണേൽ അടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ തൽക്കാലത്തേക്ക് നമുക്ക് സ്കിപ്പ് ചെയ്യാം. എന്നിട്ട് ചോദിക്കുന്നു സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിക്കുന്നു. കേരള എന്നുള്ളത് നമ്മൾ മസ്റ്റായിട്ട് കൊടുക്കണം. കേരള, ഇന്ത്യ, പിന്നെ ബാക്കിയൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ ഉടനെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ എടുത്തു. നമുക്ക് ഡേറ്റ്, ഞാൻ ഒരു ഡേറ്റ് അടിക്കുന്നു. 1/7/2017 ഞാനൊരു ഡേറ്റ് അടിക്കുകയാണ്. ഒരു ഡേറ്റ്, വെറുതെ ഒരു ഡേറ്റ് ഞാൻ അടിച്ചതേ ഉള്ളൂ. നമ്മൾ എൻ്റർ അടിച്ചു. എന്നിട്ട് ഇവിടെ വന്നിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കുന്നു. യെസ്. അപ്പോൾ ഞാനിവിടെ അക്സെപ്റ്റ്. പിന്നെയും ചോദിക്കുന്നുണ്ട് നമുക്ക് എനേബിൾ, ഇവിടെ ഷോ ഓൾ ഫീച്ചർ എന്നുള്ളത് വേണമെങ്കിൽ ഇവിടെ എസ് ആക്കി കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ എല്ലാ ഫീച്ചേഴ്സും വരും, കണ്ടില്ലേ? അപ്പോൾ ചോദിക്കുന്നുണ്ട് അക്കൗണ്ട്സ്, മെയിൻറ്റെയിൻഡ് അക്കൗണ്ട്സ് ആണോ എസ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ വേണ്ടുന്നതെല്ലാം നമ്മളിവിടെ വന്നിട്ട് എൻ്റർ അടിച്ച് എസ് ഓർ നോ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇൻവെൻട്രി വേണോ എല്ലാം നമ്മളിവിടെ ഇങ്ങനെ എല്ലാം നമുക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. ഇപ്പോൾ GST ഉണ്ടോ? എനേബിൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് GSTയും ചോദിക്കുന്നു. നമ്മളിവിടെ എസ് എന്നുള്ളത് തന്നെ കൊടുക്കുക. എന്നിട്ട് പിന്നെയും ചോദിക്കുന്നു കേരള, സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക. റെഗുലർ ആണ്. പിന്നെ ഡേറ്റ് നമ്മൾ അവിടെ കൊടുത്ത അതേ ഡേറ്റ് തന്നെ ഇവിടെ വന്നു. പിന്നെ GST ടിൻ നമ്പർ ഇതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ അടിച്ചാൽ മതി. നമ്മളിവിടെ സ്കിപ്പ് ചെയ്യാം. പിന്നെ മന്ത്ലി ഇവിടെ എല്ലാം നമ്മൾ നോക്കാം. പിന്നെ ഇവിടെ കണ്ടില്ലേ സെറ്റ് ഓൾട്ടർ GST റേറ്റ് ഡീറ്റെയിൽ, ഇവിടെ നമ്മൾ എസ് എന്നൊന്ന് അടിച്ചു കൊടുക്കുക. എൻ്റർ അടിച്ചു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ടാക്സബിലിറ്റി എന്നുള്ളടത്ത് ടാക്സബിൾ എടുക്കണം. ടാക്സബിൾ എന്നെടുത്തു. എന്നിട്ട് ഇവിടെ വന്ന് 18% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9% CGST, 9% SGST. ഇലക്ട്രോണിക്സ് ആകുമ്പം 18% ആണ്. അത് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വന്ന് എൻ്റർ അടിക്കുക. പിന്നെ ഇവിടെ വന്ന് ഇത് എപ്പോഴും എനേബിൾ GST ക്ലാസിഫിക്കേഷൻ എന്നുള്ളത് എസ് ആയിരിക്കണം. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് എല്ലാം ഇങ്ങനെ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇവിടെ മാത്രം എന്തൊക്കെ ചെയ്തായിരുന്നു, ഇവിടെ വന്നിട്ട് എനേബിൾ ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് സ്കിപ്പ് ചെയ്യുക. എല്ലാം എസ് പറഞ്ഞു. പിന്നെ ബാക്കി വന്നിട്ട് നമ്മൾ വായിച്ചു നോക്കുക. GST പറ്റി ഒന്നും പറയുന്നില്ല. എല്ലാം ഇവിടെ സ്കിപ്പ് ചെയ്യുക. എസ്. അപ്പം നമ്മളിവിടെ കമ്പനി ക്രിയേറ്റ് ചെയ്തു വിത്ത് GST കോൺഫിഗറേഷൻ. ഇനി നമുക്ക് അടുത്ത് ചെയ്യാനുള്ള എന്താണ്? ലെഡ്ജർ ക്രിയേഷനാണ്. നമ്മൾ ക്രിയേറ്റ് പറയുക. ഇവിടെ വന്ന് ക്രിയേറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലെഡ്ജർ എന്നുള്ള എടുക്കുക. മനസ്സിലായല്ലോ? ഇവിടെ ലെഡ്ജർ കണ്ടില്ലേ? അപ്പോൾ ലെഡ്ജർ എടുത്തു, എൻ്റർ അടിച്ചു. എന്നിട്ട് ഇവിടെ വന്ന് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് സെയിൽസ് അടിക്കുക. സെയിൽസ് എന്ന് ഞാൻ അടിച്ചു. ഇവിടെ വന്നിട്ട് അണ്ടർ സെയിൽസ് അക്കൗണ്ട് എടുക്കണം. അണ്ടർ സെയിൽസ് അക്കൗണ്ട് കണ്ടില്ലേ?
എന്നിട്ട് ഇതെല്ലാം അങ്ങ് സ്കിപ്പ് ചെയ്യുക. ഇവിടെ വന്ന് ചോദിക്കുന്നു GST ആപ്ലിക്കബിൾ ആണോ? ആപ്ലിക്കബിൾ ആണ്. പിന്നെ സെറ്റ് ഓൾട്ടർ GST ഡീറ്റെയിൽ എസ് എന്ന് നമ്മളിവിടെ പറയുക, എൻ്റടിക്കുക. പിന്നെ ഇവിടെ വന്നിട്ട് ഒരു എൻ്റൂടെ അടിച്ചു. പിന്നെ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്നുള്ളിടത്ത് ഇവിടെ വന്നിട്ട് സെയിലായതുകൊണ്ട് സെയിൽസ് ടാക്സബിൾ എന്ന് എടുക്കുക. ഉണ്ടോ? സെയിൽസ് ടാക്സബിൾ എടുക്കുക. പർച്ചേസ് ആണെങ്കിൽ പർച്ചേസ് ടാക്സബിൾ എടുക്കുക. നമ്മൾ എടുത്തു. ഇവിടെ നമ്മൾ 18% അടിച്ചു കൊടുത്തു. എൻ്റടിച്ചു. എന്നിട്ട് ഗുഡ്സ് എന്നുള്ളത് നമ്മൾ ഗുഡ്സാണ് എടുക്കുന്നത്. അപ്പോൾ ഗുഡ്സ് നമ്മൾ എടുക്കുക. ബാക്കിയെല്ലാം സ്കിപ്പ് ചെയ്യുക. ഇപ്പോൾ സെയിൽസ് കഴിഞ്ഞു. ഇനി അടുത്തത് സെയിൽസിന് ഔട്ട്പുട്ട് CGST എന്നാണ് പറയുന്നത്. ഔട്ട്പുട്ട് CGST. അപ്പം പർച്ചേസ് ആണെങ്കിൽ ഇൻപുട്ട് CGST എന്ന് അടിക്കണം. പർച്ചേസ് ആയതുകൊണ്ട് പർച്ചേസ് ഔട്ട്പുട്ട് CGST. സെയിൽസ് ആയതുകൊണ്ട് ഞാനിപ്പോൾ എടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വന്ന് അണ്ടർ ഡ്യൂട്ടി ആൻഡ് ടാക്സ് എടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് GST എടുക്കുക. എന്നിട്ട് ഇത് CGST ഞാനിവിടെ എടുത്തുള്ളതുകൊണ്ട് സെൻട്രൽ ടാക്സ് എടുത്തു. എന്നിട്ട് എല്ലാം സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് സേവ് ചെയ്യാം. ഇപ്പോൾ CGST. ഇനി അടുത്ത് ഞാൻ ഔട്ട്പുട്ട് SGST സ്റ്റേറ്റ് ടാക്സ് എന്നിട്ട് എടുത്തു. ഡ്യൂട്ടി ആൻഡ് ടാക്സിൽ ഇട്ടു. ഇവിടെ വന്ന് GST എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് സ്റ്റേറ്റ് ടാക്സ് എടുക്കണം. മനസ്സിലായല്ലോ? സ്റ്റേറ്റ് ടാക്സ് എടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് എൻ്റടിക്കുക. ബാക്കിയെല്ലാം സ്കിപ്പ് ചെയ്യുക. എസ് എന്ന് പറയാം. ഇനി അടുത്തൊരു പാർട്ടിയുടെ പേരുണ്ട്. ആ പാർട്ടിയുടെ പേരാണ് അനീഷ് എന്ന് ഞാൻ പേര് കൊടുത്തു. അനീഷ് കൊടുത്തിട്ട് ആ പാർട്ടിയുടെ പേര് എന്താണ്? എന്തിൻ്റെ അണ്ടറിലോട്ടാണ് പോകുന്നത്? സൺട്രി ഡെറ്റർ ആണ് അല്ലേ? അല്ല, പർച്ചേസ് ആയിരുന്നെങ്കിൽ സൺട്രി ക്രെഡിറ്റർ വന്നേനെ. ഇത് നമ്മൾ എന്താണ്? ഡെറ്ററാണ്. നമ്മൾ സെയിൽ നടത്തിയ ആളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്കിവിടെ വന്നിട്ട് അനീഷ് എന്ന് പറയുന്ന അഡ്രസ്സൊക്കെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് എൻ്റടിച്ച് എസ് എന്ന് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ 3 ലെഡ്ജറാണ് ഉണ്ടാക്കിയത്. എന്തൊക്കെ ലെഡ്ജർ ഉണ്ടാക്കി? നമ്മളിവിടെ ഉണ്ടാക്കിയത് ഏതൊക്കെയാണ് ഇവിടെ കാണിക്കും നിങ്ങൾ. ആദ്യം നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്തു. GST എല്ലാം എനേബിൾ, ഓപ്ഷൻസ് എല്ലാം എനേബിൾ ചെയ്തു. അടുത്തത് ലെഡ്ജർ ക്രിയേഷൻ ആയിരുന്നു. സെയില് അണ്ടർ സെയിൽസ് അക്കൗണ്ട് ഇട്ടു. സെറ്റ് എന്താണ്? GST കോൺഫിഗറേഷൻ നമ്മൾ എനേബിൾ ചെയ്തു. അടുത്ത ഔട്ട്പുട്ട് CGST അണ്ടർ ഡ്യൂട്ടി ആൻഡ് ടാക്സ്, അതും നമ്മൾ എന്ത് ചെയ്തു? ഓപ്ഷൻസൊക്കെ നമ്മൾ എനേബിൾ ചെയ്തു. പിന്നെ ഔട്ട്പുട്ട് SGST ഡ്യൂട്ടി ആൻഡ് ടാക്സ് അനീഷ് എന്നുള്ളത് എന്താണ്? അണ്ടർ സൺഡേ ഡെറ്റർ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് സ്റ്റോക്ക് ഐറ്റമാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പ്രിൻ്റർ 10 നമ്പേഴ്സ് ഓപ്പണിംഗ് സ്റ്റോക്കിലാണ് കൊടുക്കേണ്ടത്. മോണിറ്റർ 10 നമ്പേഴ്സ് അതും ഓപ്പണിംഗ് സ്റ്റോക്കിലോട്ടാണ് കൊടുക്കേണ്ടത്. നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പിന്നെയും ടാലി വന്നു. നമ്മളൊന്ന് എസ്കേപ്പ് ചെയ്തു, തിരിച്ചു വന്നു. ഇനി നമ്മൾ ഇതാണ് മെയിൻ സ്ക്രീനിൽ വന്നു. പിന്നെയും ക്രിയേറ്റ് പറയാം. ക്രിയേറ്റ് വന്നിട്ട് ഇവിടെ ഇനി നമ്മൾ സ്റ്റോക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ സ്റ്റോക്കിൽ വന്നു. യൂണിറ്റ് ഫസ്റ്റ് നമ്മൾ യൂണിറ്റ് മെഷർ ചെയ്യണം. അപ്പോൾ നമ്മൾ യൂണിറ്റിനിവിടെ വന്നിട്ട് നമ്പേഴ്സ് എന്ന് കൊടുക്കുക. വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് നമ്മളിവിടെ വന്ന് നമ്പേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ എസ്കേപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ സ്റ്റോക്ക് ഐറ്റത്തിലോട്ട് പോവാം. സ്റ്റോക്ക് ഐറ്റത്തിൽ പോയി. ഇപ്പോൾ ചോദിക്കുന്നു ഏതൊക്കെ ഐറ്റമാണ് നമുക്കുള്ളതെന്ന്. ഏത് ഐറ്റമാണ്? പ്രിൻ്റർ 10 നമ്പേഴ്സ് മോണിറ്റർ. പ്രിൻ്ററും മോണിറ്ററും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ വന്ന് പ്രിൻ്റർ എന്നടിച്ചു. ഇവിടെ വന്നിട്ട് യൂണിറ്റ് മാത്രം നമ്പേഴ്സ് ആക്കുക. എന്നിട്ട് ചോദിക്കുന്നു GST ആപ്ലിക്കബിൾ ആണോ? ആപ്ലിക്കബിൾ ആണ്. ഇവിടെ വന്ന് എസ് എന്ന് പറയാം. എൻ്റടിച്ചു. പിന്നെ ഇവിടെ വന്നിട്ട് ഓൺ വാല്യൂ എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ വന്ന് ടാക്സബിൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. കണ്ടില്ലേ? എന്നിട്ട് ഇവിടെ 18% എന്നുള്ളത് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഗുഡ്സ് എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് എത്ര നമ്പേഴ്സാണ് നമ്മളിവിടെ പറയുന്നുണ്ട്? 10 നമ്പേഴ്സാണ്. ഇവിടെ 10 ഓപ്പണിംഗ് സ്റ്റോക്കിലാണ് കൊടുക്കുന്നത് കേട്ടോ. 10 നമ്പേഴ്സ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിലായിട്ട് നമ്മൾ കൊടുക്കുന്നത്. എസ് എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പ്രിൻ്റർ. ഇനി അടുത്ത മോണിറ്റർ എന്നടിച്ചു. പിന്നെ നമ്മളിവിടെ വന്നു യൂണിറ്റ് മെഷർ ചെയ്തു. പിന്നെ ഇവിടെ വന്ന് GST ആപ്ലിക്കബിൾ ആണോ? എസ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മളിവിടെ വന്നിട്ട് ഓൺ വാല്യൂ എന്താണ് എടുക്കേണ്ടത്? ടാക്സബിൾ എടുക്കണം.
ഇവിടെ നമ്മൾ 18%ന്ന് ടൈപ്പ് അടിച്ച് കൊടുത്തു, ഗുഡ്സ് എടുത്തു. ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയാണ്? 10 നമ്പേഴ്സാണ്. നമ്മളിവിടെ വാല്യൂ ഒന്നും കൊടുക്കണ്ട, യെസ്. അപ്പോൾ എന്താണ്, നമ്മൾ ആ ഒരു ഇത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു കണ്ടോ. ഓപ്പണിംഗ് സ്റ്റോക്കിലാണ് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ട എന്താണ്? വൗച്ചർ എൻട്രി ആണ്. ഇത് 5 നമ്പേഴ്സ്. ഇപ്പോൾ 10 നമ്പേഴ്സ് നമുക്ക് സ്റ്റോക്കിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിൽക്കാൻ പോകുന്ന എത്രയാണ്? സെയിൽ ചെയ്യാൻ പോകുന്ന 5 നമ്പേഴ്സാണ്. മോണിറ്ററും 5 നമ്പേഴ്സാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സെയിൽ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നമ്മൾ എസ്കേപ്പ് ചെയ്യുക. എസ്കേപ്പ് ചെയ്തു, നമ്മൾ മെയിൻ സ്ക്രീനിൽ വന്നു. ഇനി നമ്മൾ വൗച്ചർ എടുക്കണം. കണ്ടില്ലേ, വൗച്ചർ എടുത്ത് നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മളിവിടെ ഇതൊന്ന് പർച്ചേസ് ആണെങ്കിൽ നമ്മൾ പർച്ചേസ് ചെയ്യണം, സെയിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ സെയിൽ എടുക്കണം. അപ്പോൾ നമ്മുടെ എന്ത് വന്നു? സെയിലെന്ന് വന്നു. പാർട്ടിയുടെ പേരെന്താണെന്ന് ചോദിക്കും. ഞാൻ പാർട്ടിയുടെ പേരെന്താ കൊടുത്തത്? അനീഷ എന്നാണ് കൊടുത്തത്. അപ്പോൾ ഞാൻ അനീഷ എടുത്തു. അപ്പോൾ ചോദിക്കുന്നു എന്തൊക്കെയാണ് ഡെലിവറി നോട്ടിൻ്റെ പേര്, ഡെലിവറി നോട്ട് നമ്പർ ഉണ്ടോ, ഡിസ്പാച്ച് ഡോട്ട് ഉണ്ടോ, ഡെസ്റ്റിനേഷൻ ഉണ്ടോ, ഇങ്ങനെ കുറേ ചോദിക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കിവിടെ കൊടുക്കാം. അപ്പോൾ നമുക്കില്ലാത്തതുകൊണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എല്ലാം നമുക്കിങ്ങനെ നമ്മളിങ്ങനെ സ്കിപ്പ് ചെയ്തു. എന്നിട്ട് സെയിൽസ് അക്കൗണ്ട്, നമ്മൾ സെയിൽസിൻ്റെ ലെറ്ററാണ്. അപ്പോൾ സെയിൽസ് എടുക്കുക. എന്നിട്ട് ഇവിടെയാണ് ചോദിക്കുന്നത്. ഞാൻ ആദ്യം പ്രിൻ്റർ എന്നുള്ള കൊടുത്തു. നമ്മൾ 10 നമ്പേഴ്സ് നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക്, നമ്മൾ 5 നമ്പേഴ്സാണ് ഇപ്പോൾ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. 5 നമ്പേഴ്സ് പ്രിൻ്ററിന് നമുക്കൊരു എന്താണ് 10,000 കൊടുക്കാം. 10,000 അല്ല, അപ്പോൾ 50,000 ആയി. അടുത്തത് മോണിറ്റർ എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തു. അത് നമ്മളൊരു 5 നമ്പേഴ്സാണ് ഉദ്ദേശിക്കുന്നത്. മോണിറ്ററിനും ഒരു 50,000 കൊടുത്തു. നമ്മൾ എൻ്റർ അടിച്ചു. കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ടോട്ടൽ വന്നത് അല്ലേ. ഇനി നമുക്ക് ഇതിൻ്റെ GST കാൽക്കുലേറ്റ് ചെയ്ത് വരണം ഓട്ടോമാറ്റിക്കായിട്ട്. അതിനെന്ത് ചെയ്യണം? നമ്മൾ 2 ടൈംസ് നമ്മളിങ്ങനെ ഒരു ടൈം കൂടെ നമ്മളൊന്ന് പ്രസ് ചെയ്യണം. അവിടെ പോയിട്ട് ഒരു 1 എന്നിട്ട് ഓന്നൊന്ന് അടിക്കണം. ഓന്നടിച്ചാൽ നമ്മൾ ഔട്ട്പുട്ട് CGST എന്നുള്ളത് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ലെഡ്ജർ. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇതെടുക്കണം. ഔട്ട്പുട്ട് ഓന്നൊന്ന് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ. എന്നിട്ട് CGST എടുത്ത് എൻ്റർ അടിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ GST കാൽക്കുലേഷൻ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എൻ്റർ ചെയ്യുക. പിന്നെ നമ്മൾ ഓന്നൊന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഔട്ട്പുട്ട് CGST എന്നുള്ളത് എടുക്കുക, എൻ്റർ അടിച്ചു. കണ്ടോ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് GST വന്നു. ഇതാണ് നമ്മൾ ഇങ്ങനെ കണ്ടോ ഔട്ട്പുട്ട് CGSTനും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? അടുത്ത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? നമ്മളിവിടെ വൗച്ചർ എൻട്രി ഒക്കെ ചെയ്തു, പ്രിൻ്റർ മോണിറ്ററൊക്കെ ചെയ്തു. ഇനി നമുക്ക് എന്താ പ്രിവ്യൂ ആൻഡ് പ്രിൻ്റ്. അടുത്ത് നമുക്കിതെങ്ങനെയാണ് നമുക്ക് അവർക്ക് ഇൻവോയ്സ് കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇൻവോയ്സ് നമുക്ക് അവർക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രിൻ്റ് എന്നുള്ളതൊന്ന് സെലക്ട് ചെയ്യണം. എന്നിട്ടിവിടെ കറണ്ട് എന്നെടുക്കണം. കറണ്ട് എടുത്തിട്ട് നമ്മളിവിടെ പ്രിവ്യൂ പറയാം. പ്രിവ്യൂ പറയുമ്പോൾ നമുക്കിതുപോലൊരു ഇൻവോയ്സ്, സെയിൽസ് ഇൻവോയ്സ് നമുക്ക് കിട്ടി. നമ്മൾ സൂം ചെയ്ത് നോക്കാം. ഉണ്ടോ? സൂം ചെയ്യുമ്പോൾ നമ്മുടെ അഡ്രസ്സൊക്കെ അനീഷ് എന്നുള്ളതാണ് നമ്മുടെ പാർട്ടിയുടെ പേര്. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാലോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഗുഡ്സ്, പ്രിൻ്റർ, മോണിറ്റർ, 5 നമ്പേഴ്സ്, പിന്നെ അതിൻ്റെ ഔട്ട്പുട്ട് CGST ഉണ്ടോ. അതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ CGST SGST കാൽക്കുലേറ്റ് ചെയ്ത് വന്നു. അപ്പോൾ ടോട്ടൽ ഇതാണ്. ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ടാലിയിൽ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ എങ്ങനെയാണ് ഒരു GST ഇൻവോയ്സ് പ്രിൻ്റ് ചെയ്യുന്നതാണ് നമ്മൾ പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.